ഒടുവിൽ നാട്ടുകാർക്ക് ആശ്വാസമുള്ള ഒരു തീരുമാനം വരുന്നു. അതായത് കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു തകർന്ന മേഖലയിൽ മേൽപ്പാലം നിർമ്മിക്കണം. വയഡക്റ്റ് ഉടനടി 6 മാസം കൊണ്ട് നിർമ്മിക്കണമെന്ന് ദേശീയപാത അതോറിറ്റി കരാറ് കമ്പനിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും നാട്ടുകാരെ സംബന്ധിച്ച് അവിടെ പ്രശ്നങ്ങൾ ബാക്കിയാണ്. പെട്ടെന്ന് തന്നെ മറ്റുള്ള ഗതാഗത യോഗ്യമാക്കാനുള്ള സംവിധാനം കൂടി ഈ കമ്പനി തയ്യാറാവണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞ മാസം 23-നാണ് ഈ മഴയെ തുടർന്ന് ശക്തമായ മഴയുണ്ടായിരുന്നു ഈ വടകര തിരുവങ്ങൂര് ഭാഗത്ത്, അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലും. അതിന്റെ ഭാഗമായിട്ടാണ് തിരുവങ്ങൂര് മേൽപ്പാലത്തിന് മുകളിൽ ഏകദേശം 400 മീറ്ററോളം വിള്ളൽ രൂപപ്പെട്ടത്. ഈ രാവിലെ ഈ പ്രഭാത സവാരിക്ക് ഇറങ്ങിയ നാട്ടുകാരായിരുന്നു ഈ വിള്ളൽ കണ്ടെത്തിയത്. അതിനെ തുടർന്ന് കരാർ കമ്പനി ചെറിയ രീതിയിലുള്ളൊരു ടാറ് ഇതിന്റെ ഭാഗത്തിട്ടു. ഇന്ന് അത് കുറച്ചുകൂടെ കോട്ടിലിട്ടിരിക്കുന്നു. ഒരു ചെറിയ ഹമ്പിന്റെ വലുപ്പത്തിലാണ് ഇപ്പോൾ 400 മീറ്ററോളം ടാറ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നിർമ്മാണത്തിൽ വന്ന അപാകതയാണ് ഒന്ന്. ഇതിൽ ഫില്ല് ചെയ്തിട്ടുള്ള മണ്ണ്, അതിന്റെ ഗുണനിലവാരം വളരെ മോശമാണ്. ഒരു പ്രദേശത്തെ ആകെ വഴിമുട്ടിച്ച ദേശീയപാത വികസനമാണ് തളിപ്പറമ്പ് പുളിമ്പറമ്പ് നടക്കുന്നത്. ദേശീയപാതയ്ക്കായി ഇങ്ങനെ കുന്നിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാൻ കഴിയും. തളിപ്പറമ്പിൽ നിന്നും കണ്ണൂരേക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഈ പാലം കീഴാറ്റൂര് അടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ പാലം ഇങ്ങനെ പണിത് വരികയാണ്. ഇവിടേക്ക് എത്തുമ്പോൾ മണ്ണിടിച്ച ശേഷം റോഡ് നിർമ്മിക്കാനാണ് പദ്ധതി. കുന്നിൻ പ്രദേശമായതുകൊണ്ട് തന്നെ മണ്ണൊക്കെ തന്നെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പണി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിർത്തിവെച്ചിട്ടുണ്ട്. ആ കാണുന്ന വീട് ആ അടിഭാഗം ഇടിഞ്ഞു തുടങ്ങി. ഇതും ഏകദേശം എനിക്ക് തോന്നുന്നു നല്ല മഴ പെയ്ത ഇത് ഇടിയാൻ സാധ്യതയുണ്ട്. പക്ഷേ കാസർഗോഡ് ദേശീയപാതയെ സംബന്ധിച്ച് പ്രധാനമായി പ്രശ്നങ്ങളുള്ളത് 2ഉം 3ഉം റീച്ചുകളിലാണ്. ആദ്യഘട്ടത്തിൽ കാഞ്ഞങ്ങാടിന്റെ പ്രാന്തപ്രദേശങ്ങളിലായിരുന്നെങ്കിൽ പിന്നീട് പലതവണയായി മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി ജോലി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന ദേശീയപാതയിലും സർവീസ് റോഡിലും ഒരുപോലെ തന്നെ വിള്ളലുകൾ വീഴുന്ന കാഴ്ച നമ്മൾക്ക് കാണാൻ സാധിച്ചു. ഗ്രൗട്ട് ഒഴിച്ചുകൊണ്ട് അവിടെ ആ ഒരു വിള്ളൽ ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമമുണ്ടായത്. കാസർഗോഡ് ചട്ടഞ്ചാലിൽ നിന്നും സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്.